തുറക്കട്ടെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ കുറെ നാളായില്ല അല്ലേ? ശരിയാ, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ ഒരു സൺഡേ ഇൻ മൈ ലൈഫ്, ഡേ ഇൻ മൈ ലൈഫ് ഇനി ഞാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ സംഭവം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ എണീറ്റുള്ളൂ കേട്ടോ. അതെ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഞാൻ ഈ ഫേസ് ഒക്കെ വാഷ് ചെയ്യണം, പല്ല് തേക്കണം, കുറെ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെറുപ്പം. പിന്നെ വേറൊരു സമയം എന്ത് ചൂടാണ്. ഇപ്പൊ ഫാൻ ഇട്ട് എ സി ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അഡീഷണലി ഈ ഫാനും കൂടി ഇപ്പൊ വേണം. ഞായറാഴ്ച മാത്രം ഇത്ര ചൂട്, ബാക്കിയുള്ള ഡേയ്സ് ചൂടുണ്ട്. എന്നാലും നിങ്ങൾ നോക്കിയിട്ട് ഞായറാഴ്ച മാത്രം വളരെ ചൂടായിരിക്കും, ഒരു ചൂടുള്ള ദിവസമായി. അപ്പോ യെസ്, മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാം. മതി, നമുക്ക് പല്ല് തേക്കാം. ഇനി അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോട്ടെ. ക്രിഞ്ചൊക്കെ നിങ്ങൾ സഹിക്കേണ്ട ഒരു ആവശ്യമില്ല, അത് നല്ലത്. അല്ലെങ്കിൽ നീ ഭാവിയിൽ നിങ്ങൾക്ക് ഇതിനേലും ക്രിഞ്ചൊക്കെ കുറെ കാണേണ്ടത്. നീ പോരുത് കേട്ടോ, പോരുത്. ഞങ്ങളുടെ ഇവിടെ ഒരു കൊലപാതകം നടന്നു. റൂമിന്റെ അവിടെ നോക്കിയാൽ പാലം കാണാം. ഒരു ചേച്ചിനെ ഒരാൾ കൊന്നു റെയിൽ പാലത്തിൽ. പല്ലൊക്കെ തേച്ചു. ഇനി ഞാൻ ഇപ്പൊ പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. ഞാൻ പേർപ്പിളിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് 700 കിട്ടി കേട്ടോ. അല്ലാണ്ട് ഇതിന്റെ റേറ്റ് ഒരു മിനിറ്റ് നോക്കിട്ട് പറയാം. ഇതിന്റെ റേറ്റ് വരുന്നത് 850 ആണ്. വളരെ കുറച്ചെടുക്കുക. നല്ല ഫേസ് വാഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ആയാലും രാവിലെ ആയാലും അപ്ലൈ ചെയ്യേണ്ട സാധനമാണ് മോയ്സ്ചറൈസർ. ഇതൊരു ബെസ്റ്റ് മോയ്സ്ചറൈസർ ആട്ടാ. തീരാറായി, കുറച്ചും കൂടി ഉള്ളൂ. അപ്പൊ അടുത്ത സെറം. സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി ആട്ടോ. ഒന്ന് ട്രൈ ഇതിലാവട്ടെ. ലാസ്റ്റ് സൺസ്ക്രീൻ. ഇത് ടിൻറ്റഡ് ആട്ടാ. എന്നാലും എനിക്ക് മഹി കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുവന്നല്ല, ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് നമുക്ക് പോട്ടിലേക്കൊക്കെ. വലിയ മനുഷ്യനാണ് എനിക്ക് ഫ്ലവേഴ്സ് തന്നത് ഇതാട്ടാ. ഞാനൊരു പുതിയ പോട്ട് കാണിച്ചു തരാം. ചേട്ടന് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഷിപ്പിൽ പോയല്ലോ. അപ്പൊ ചേട്ടൻ തന്നതാണ്. എനിക്കന്നല്ല ഇവിടെ വെക്കാൻ വേണ്ടി, പക്ഷെ ഞാനത് അടിച്ചു മാറ്റി. ഞാൻ അതെടുത്തു. ഇതാണ് ആ ഫ്ലവർ പോട്ട്. നമ്മുടെ ഷുഗർ വാട്ടർ ഒക്കെ ഒഴിച്ച് നമ്മുടെ ലില്ലീസ് ഇതിലേക്ക് വെക്കാൻ പോവുക. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഞാൻ പഞ്ചസാര ഇട്ടാ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ ഇത് സൂക്ഷിച്ചു വെക്കോട്ടെ. പറ്റിയില്ല കേട്ടാ, കുറച്ച് ഇത് ഭംഗിയ. പക്ഷെ ലില്ലിക്കുട്ടി കുറച്ച് ദിവസം നിൽക്കോട്ടെ. അത് കഴിഞ്ഞിപ്പോ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് കുറച്ചാൾ നിൽക്കും. ഞാനിതുകൊണ്ട് എന്റെ മുറിയിൽ വെക്കട്ടെ. വീട് പൊട്ടാതിരുന്നാൽ മതി. നല്ല വെയിറ്റ്. എന്റെ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വല്ലതും വെക്കാം. ഇത് ഭംഗിയ, നല്ല വെയില്. പൂച്ചെത്തി വായന്റെ കൂടെ വാ. കുഞ്ഞല്ലേ, ഇത് ചൂടാ. പൊക്കോ. ഇനി എന്റെ പൊന്നു. അയ്യോ, വിശക്കണേ. ഹായ് ചേച്ചി, ഫുഡ് കഴിച്ചാ? എന്താ? അതല്ല, ഇത് ചൂടാ. ഇത് നോക്ക്, ഞാൻ വേർത്തേക്കണണ്ടാ. എന്നാ എനിക്ക് ഇങ്ങനത്തെ വെടലി പിടിച്ചപ്പം കൊറേ പരിപാടി ഉണ്ട്. നമ്മള് ചേച്ചിയുടെ 7ാം മാസ ചടങ്ങിന്റെ കൊറേ ഒരുക്കങ്ങളൊക്കെ. അപ്പൊ ഗൈസ്, കാപ്പി, അപ്പം. അച്ഛൻ കല്യാണം കൂടി വന്നു ഗൈസ്. രാവിലെ ചോറ്റാനിക്കരല്ല, എനിക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയതാ. നോക്കിയപ്പോ തവി വെച്ചത് ഇങ്ങനെ കാണിക്കരുത് പറഞ്ഞാണ്. വിഷ്ണുചാന്റെ 28 കിട്ടിയത്. നിക്ക് വിശപ്പ് മാറിയോ? കഴിച്ചാ നീ? കുഞ്ഞാണ് നീ. ഗോസിപ്പ് പറയാണ് ഗൈസ്, ഗോസിപ്പ്. ഇനിയിപ്പോ റൂമൊക്കെ ഒതുക്കണം, കൊറേ പരിപാടിയുണ്ട്. ഞങ്ങൾക്ക് ഉച്ചക്ക് ബിരിയാണി. ഒരു പണിയും നടന്നില്ല കേട്ടാ, ഭയങ്കര ചൂട്. നിക്കീനെ നമുക്ക് പൂളിലിടാ. പിരിക്കീനെ മാത്രമല്ല, ഞാനും പൂള് നിറച്ച് ഞാനും കുറച്ചു നേരം പൂളിൽ പോയി ഇരിക്കാൻ പോവാണ്. മാനിക്ക് ഇവിടെയൊക്കെ ഫാൻ ഇട്ടിട്ടും നോ രക്ഷ. പൂള് ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ് കേട്ടോ. 799 അടുത്തായി. ഞങ്ങളത് ലാസ്റ്റ് ടൈം ഇത്രയും വെള്ളം നിറച്ചായിരുന്നു. ഇതിൽ വെള്ളം ഇപ്പൊ നിറഞ്ഞിട്ടുണ്ട്, കുറച്ച് നിറഞ്ഞിട്ടുണ്ട്. മിക്കാണെങ്കിൽ വെള്ളം ഭയങ്കര പേടിയാട്ടാ. ചാടിയാൽ കേറ. എവിടെ തിരിഞ്ഞേ?
സൂപ്പർ. എന്തായാലും ചൂടും ദാഹവും എല്ലാം കൂടി ഇരിക്കണമെന്നുണ്ട്. ഞാൻ കെവൻഡേഴ്സിന്ന് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇരിക്കും. ഇതാണ് എൻ്റെ സ്ട്രോ പോലെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ കുടിക്കാൻ? നല്ല പഴുത്ത മാങ്ങ. നിക്കീരേ അതാണ് അവള് പെട്ടെന്ന് ചാടിയാലൊക്കെ ചിറ്റയൊക്കെ പോവാണ് ഗൈസ്. ടാറ്റ ടാറ്റ. ഈ പരിപാടിക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ്. മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ കുടുക്ക പൊട്ടിക്കാൻ പോവാണ് ഇനി. നല്ല വെയിറ്റ്. ചേച്ചി പൊട്ടിക്കുന്നോ? പൊട്ടിക്കട്ടെ? ഇങ്ങനെയാണാ? തുറക്കട്ടെ? എന്റെ ദൈവമേ, അച്ഛന്റെ കടയിലെ ഡോളറിന്റെ ചിഹ്നം. ഞാനൊരു അച്ഛൻ എത്ര പറയാ? ഞാനൊരു 38. ചേച്ചി 25, ഞാൻ 38, അച്ഛൻ 30, അമ്മ വിഷുചേട്ടൻ എത്ര? ഞാൻ 50ന്റെ ഏട്ടായിരുന്നെ. അച്ഛൻ 500, ചേച്ചി 100, അമ്മ 200. വിഷ്ണുചേട്ടൻ ഫെയിൽ ആയിട്ടുണ്ട്. വിഷ്ണുചേട്ടൻ ഫെയിൽ ആയിട്ടുണ്ട്. അച്ഛൻ എണ്ണി വന്നപ്പോ 12,000 കഴിഞ്ഞ്. രേവതി ചേച്ചി തോറ്റു. ചേച്ചി എത്ര പറഞ്ഞത്? അമ്മ എത്ര പറഞ്ഞത്? അമ്മയും തോറ്റു. ഞാനും അച്ഛനും ലീഡിങ് ആണ്. പിന്നെ മഹി ഉണ്ട്. മഹി 50 പറഞ്ഞത്. മഹി 50,000 മഹി പറഞ്ഞത്. മഹി നോക്കോന്ന് നോക്കാം. ലാസ്റ്റ് ഇപ്പൊ മഹി ആട്ടാ നിൽക്കുന്നേ. മകെല്ലാം ഞങ്ങൾ എല്ലാരും തോറ്റു. 38 കഴിഞ്ഞ് അല്ലെ? 38 കഴിഞ്ഞു. നോക്കാം. ഓക്കെ, നമ്മളപ്പോ നോട്ടൊക്കെ എണ്ണിക്കഴിഞ്ഞു. നമ്മൾ എണ്ണി വെച്ചേക്കുന്ന നോട്ട്സ് 50 കുറെ ഉണ്ട്, 500 കുറെ ഉണ്ട്. 500 ഒക്കെ നല്ലോണം ഉണ്ട് കേട്ടാ. ഇനി നമ്മുടെ ചില്ലറകളാണ് എണ്ണാൻ പോകുന്നത്. 20. ടോട്ടൽ നമ്മള് എണ്ണി തീർത്തത് 62,10 രൂപ ഉണ്ട് കേട്ടാ. പുതിയ കൊടുക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇത്ര എണ്ണിയത് കൊണ്ട് അച്ഛൻ ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു തന്നെ കേട്ടോ. അതിപ്പോ വരും. ഹായ് ബ്രെന്ന്. വിഷ്ണു ചേട്ടൻ, ചേച്ചി 2,700. ഞാൻ അടിച്ചൊന്നും മാറ്റിയില്ല. ഞാൻ 9 രൂപ എനിക്ക് അച്ഛൻ തന്ന്. ഞാൻ അതെന്റെ കുടിക്കലിട്ട്. ചേച്ചി ചൂട് പാല് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കൊച്ച് വാവാതെ ചാട്ടമായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെ